സ്വന്തം ബാപ്പ യാസീനോദിയിട്ട് പൈസ വാങ്ങിയത് അയാൾ പരിഹസിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. പേരോടിനെയല്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? നിങ്ങൾ എന്റെ നാട്ടുകാരല്ലേ? പേരോട് നാരെങ്കിലും എനിക്ക് യാസീനോദിയിട്ട് പൈസ നിങ്ങൾ പറയാൻ പറ്റുമോ? പേരോട് എന്ന് പറഞ്ഞ പ്രദേശത്തുനിന്ന് യാസീനോദിയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരാൾ യാസീനോദിയിട്ട് പൈസ തന്നത് തെളിയിക്കാൻ കഴിയും? നാദാപുരത്തുനിന്ന് യാസീനോദിയിട്ട് എനിക്ക് പൈസ തന്നത് തെളിയിക്കാൻ കഴിയും? അപ്പൊ എന്തായാലും ആ വഴിയിൽ എന്നെ കൊള്ള മാറ്റാൻ വകുപ്പില്ലല്ലോ. അപ്പൊ യാസീനോദിയിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നത് ആരെ സംബന്ധിച്ചാണ്? വെമീർ മടങ്ങുന്ന ഒരു കബറിലേക്കാ. ആരെ കബറില്? ഹുസൈൻ സലഫിന്റെ കബറില്. കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ കബറിൽ പറയുന്നത്. അത് ഞാനൊന്ന് ചുരുക്കിയതാ കേട്ടോ, കാരണം വാപ്പനെ പറഞ്ഞു പോയി നാളെ ഹുസൈൻ സലഫിന്റെ കബറിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ എന്ത് പറയും? ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ കബറിൽ എന്ന് പറയും, വാപ്പനെ പറഞ്ഞു പറയൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? വാപ്പനെ ഒഴിവാക്കി ഹുസൈൻ സലഫിന്റെ കബറിൽ എന്ന് പറയും. കാരണം അതിന്റെ ദോഷം വാപ്പല്ല അനുഭവിക്കുക, ഇയാളെ അനുഭവിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒക്കെ അനാചാരം. മോനിയന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. അപ്പോ എന്താണ്? കച്ചവടക്കാർ പാടില്ലേ, മറ്റൊരു പാടില്ലേ, പിന്നെന്താ വേണ്ടി? അസീനത്ത് വേണേ നമ്മളെ പോക്കറ്റ്, മറ്റൊരു വേണേ നമ്മളെ പോക്കറ്റ്. മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം, കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. അപ്പൊ കണ്ടോ, സ്വന്തം ബാപ്പനെ പറഞ്ഞു. യാസീനോദിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ട് ഇയാളെ കുട്ടി വളർത്തിയിട്ട് ചെയ്ത നന്ദിയാണ്. സ്വന്തം ബാപ്പനെ സുബ്ഹാനല്ലാഹ് യാസീനോദിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നവരാണ് മുസ്ലിയാന്മാര്. സഹോദരന്മാരെ, ഇതിലെവിടെയാ ചീത്ത? ഞാൻ എന്താ ചീത്ത പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ബാപ്പ യാസീനോദി ക്യാഷ് വാങ്ങിയിട്ട് ഇയാളെ പോറ്റി അതിന്റെ നന്ദിയായിട്ട് ഇവിടെ വന്നിട്ട് കീശയിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്നെ പരിഹസിച്ച് പോട്ടെ, സ്വന്തം ബാപ്പനെ പരിഹസിച്ചിട്ട് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്റെ രസമല്ല, ഇത് ഞാൻ പറഞ്ഞപ്പോ ഇത് ചീത്തല്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇപ്പൊ ഇയാൾ വന്ന് ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണത്തിന് വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കമ്മീഷൻ വെക്കേണ്ട ആവശ്യം നമുക്കില്ലാതെ, കാരണം ഇയാൾ എന്നെ സമ്മതിച്ചതൊക്കെ അവിടെ കമ്മീഷനായിട്ട് മൗലവിയെ തന്നെ നമ്മൾ അംഗീകരിച്ചു. മൗലവി പറയുന്ന കേട്ടോളെ ഓതിയിട്ടുണ്ട്, പേരോട് പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട് എന്നതാണ് ഇനി അയാൾ പറയുന്നത്. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോളി. സ്വന്തം അപ്പുറം നിങ്ങൾ മനസ്സിലായോ? അയാള് എന്നെ തിരിച്ചു പറയുന്നില്ല, കാരണം പറയേണ്ട കാര്യമില്ല. സംഗതി ശരിയാണ്, ഞാൻ എന്റെ വാപ്പനെ ഭരിച്ചിട്ടില്ല, അതുകൊണ്ട് പറയേണ്ടിയില്ല, കാര്യമില്ല. അതയാൾ പറഞ്ഞ നേരാണ്, നേര് പറഞ്ഞാൽ നേരാൻ സമ്മതിച്ചു കൊടുക്കണം. അയാൾ പറയുന്നത് തിരിച്ച് ഞാൻ നിങ്ങളെ വാപ്പനെ പറയുന്നില്ല, കാരണം എനിക്ക് പറയേണ്ട കാര്യമില്ല. അതൊന്നുകൂടി ഇത് ചീറ്റിയ എല്ലാം നടന്നു അയാൾ തന്നെ പറയും. ഇനി ബാക്കി